നമസ്കാരം, ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കാണണം. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചായിരുന്നു അല്ലെ, യൂണിയൻ ആൻഡ് ടെറിട്ടറി. സെക്കൻഡ് പാർട്ട് സിറ്റിസൺഷിപ്പ്, അത് തേർഡ് പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് പാർട്ടാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ 4A ആയ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും. അത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ 3 പാർട്ടുകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? നമുക്ക് 25 പാർട്സ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ വന്നപ്പോൾ 22 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്ര പാർട്സ് ഉണ്ട്? 25 പാർട്സ് ഉണ്ട്. അതിൽ നമ്മൾ 3 പാർട്സുകളും പഠിച്ചു കഴിഞ്ഞു. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. പാർട്ടുകളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അടുത്ത പാർട്ടിലോട്ട് നോക്കാം. പാർട്ട് 4 ആണ്. പാർട്ട് 4 എന്ന് പറയുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? അല്ലെങ്കിൽ നമ്മൾ പറയും മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ തൊട്ട് എവിടെ വരെയായിരുന്നു? ആർട്ടിക്കിൾ 12 to 35 അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 12 to 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു. അപ്പൊ അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 36 to 51. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എന്നു പറയുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 36 to 51. ഓക്കെ, അപ്പം ഇനി ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഓരോ കൺസെപ്റ്റും നമ്മൾ എന്താണ് ഓരോരോ രാജ്യങ്ങളിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ് ഓരോരോ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? ഐറിഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ അയർലൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ബോറോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിറ്റിസൺഷിപ്പ് എവിടെ നിന്നായിരുന്നു? പറഞ്ഞേടാ, എവിടെ നിന്നായിരുന്നു നമ്മൾ ബോറോ? നമ്മൾ പഠിച്ചല്ലേ, എവിടെ നിന്നായിരുന്നു? ബ്രിട്ടൻ ആണ് സിറ്റിസൺഷിപ്പ് അല്ലേ. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? USA നിന്നാണ് ബോറോ ചെയ്തത്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ബോറോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾസ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 36 മുതൽ 51 വരെയാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിൽ വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ദെൻ എവിടെ നിന്ന് ഇത് ബോറോ ചെയ്തു? ഈ കൺസെപ്റ്റ് അയർലൻഡിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് ബോറോ ചെയ്തത്. അതുപോലെ തന്നെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ആരാണെന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോവൽ ഫീച്ചേഴ്സ് ആണ് എന്ത്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ BR അംബേദ്കർ ആണ്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാനായ, അല്ലെങ്കിൽ എന്ത് പറയാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആയ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോവൽ ഫീച്ചേഴ്സ് എന്ന് വിളിച്ചത്, ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിനെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഇനി ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ന് ചോദിച്ചാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിനെ എന്താക്കി മാറ്റുക? ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക. ആക്ച്വലി ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെല്ലാം തന്നെ ഈ ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജ്യം എന്നാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, നമ്മുടെ രാജ്യത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്യുന്നത് സ്റ്റേറ്റ് എന്ന വാക്കുകൊണ്ടാണ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന വാക്കാണ് അവർ
ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ അതിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്താക്കി മാറ്റുക, ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് വളരെ എക്കണോമിക്കലായിട്ടും കൾച്ചറൽ ആയിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എക്കണോമിക്കലി കൾച്ചറലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഇതൊരു എയിംസ് അതാണ് ഇത് പറഞ്ഞത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ എന്താക്കി മാറ്റുക, ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക. ഇത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയ എന്താണ്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഏത് പാർട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പലർക്കും അപ്പോൾ ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു അത്. ഗാന്ധിയൻ പ്രിൻസിപ്പിളും സോഷ്യലിസ്റ്റ് ഐഡിയയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത പാർട്ടാണ് പാർട്ട് 4. ഏതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഗാന്ധിയൻ ആശയങ്ങളും ഗാന്ധിയൻ തത്വങ്ങളും, മനസ്സിലായോ? ഗാന്ധിയൻ ആശയങ്ങളും ഗാന്ധിയൻ തത്വങ്ങളും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതിപ്പം നമ്മൾ ഓരോ ആർട്ടിക്കിൾസ് നമ്മളിപ്പം ഇതിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയ എന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഓരോ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു പാർട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയ. ഗാന്ധിയൻ തത്വങ്ങളും സോഷ്യലിസ്റ്റ് ഐഡിയയും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഈ നമ്മുടെ രാജ്യത്തിനെ എന്താക്കി മാറ്റണം? ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക. അതാണ് ഉദ്ദേശം. രാജ്യത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ എന്താക്കി മാറ്റുക? ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. എന്തെന്ന് പറയുന്നത്, ഇത് നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ ആണ്. ഇത് എന്ത് നേച്ചർ ആണ്? നോൺ ജസ്റ്റിസിബിൾ. ഓക്കെ, it could not be enforced through court of law. It could not be enforced through court of law. It is a non-justiciable in nature. എന്ന് പറഞ്ഞാൽ ഇത് ന്യായവാദത്തിന് അർഹമല്ല, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. ന്യായവാദത്തിന് അർഹമല്ല. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെയായിരുന്നു? അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചപ്പം പറഞ്ഞു ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ ആണെന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ നമുക്ക് എന്ത് സമീപിക്കാം? കോടതിയെ സമീപിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ വേണ്ടി കോടതി ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ ആണ് റിട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ ജസ്റ്റിസിബിൾ ആണ്. ഇറ്റ് കുഡ് നോട്ട് ബി എൻഫോഴ്സ്ഡ് ത്രൂ കോർട്ട് ഓഫ് ലോ. ന്യായവാദത്തിന് അർഹമല്ല, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കാൻ നമുക്ക് എന്ത് സമീപിക്കാൻ പറ്റില്ല? കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല. അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. നോൺ ജസ്റ്റിസിബിൾ ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന കമ്മിറ്റി എന്ന് പറയുന്നത് സാപ്രൂ കമ്മിറ്റിയാണ്. സാപ്രൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവർ ഒരു പഠനമൊക്കെ നടത്തി അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഏത് കമ്മിറ്റി റിപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ സാപ്രൂ കമ്മിറ്റി റിപ്പോർട്ടാണ്. സാപ്രൂ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദ ഫസ്റ്റ് നേഷൻ വിച്ച് ഇൻക്ലൂഡഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആസ് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മാറ്റി ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മാറ്റിയ ആദ്യ നേഷൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് നേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്പാനിഷ് റിപ്പബ്ലിക് ആണ്. ഏതാണ്? സ്പാനിഷ് റിപ്പബ്ലിക്, അല്ലെങ്കിൽ നമ്മൾ പറയാം സ്പെയിൻ എന്ന് പറയാം അല്ലെ. അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മാറ്റിയ ഫസ്റ്റ് നേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്പാനിഷ് റിപ്പബ്ലിക് ആണ് കേട്ടോ. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ, മാർഗനിർദ്ദേശക തത്വങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മാറ്റിയ ആദ്യ നേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പാനിഷ് റിപ്പബ്ലിക്. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ എന്തൊക്കെ പഠിച്ചു? പാർട്ട് 4 പറ്റി പറഞ്ഞു അല്ലെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അതിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 36 to 51. ഇനി എവിടെ നിന്നാണ് ഇത് ബോറോ ചെയ്തത്? അയർലൻഡിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെ കൺസെപ്റ്റ് ബോറോ ചെയ്തിരിക്കുന്ന അയർലൻഡിൽ നിന്നാണ്. ഇതിനെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ രാജ്യത്തിനെ എന്താക്കി മാറ്റുക? ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ എയിം.
ഇനി ഇതെന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്താണ് നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ എന്നുള്ളത്. നോൺ ജസ്റ്റിസിബിൾ ആണ്. സാപ്രൂ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ. ഗാന്ധിയൻ ആശയങ്ങളും തത്വങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പാർട്ടാണ് പാർട്ട് 4 ആയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അതുപോലെ ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കിയ ആദ്യ നേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ആദ്യ നേഷൻ? സ്പാനിഷ് റിപ്പബ്ലിക്. ഓക്കെ, അപ്പം ഈ സ്ലൈഡ് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ആർട്ടിക്കിൾസ് പറയാം. അപ്പൊ നമുക്ക് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രം നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നോക്കാം ആർട്ടിക്കിൾ 37. ആർട്ടിക്കിൾ 37 പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? നോൺ ജസ്റ്റിസിബിൾ ആണ്. നോൺ ജസ്റ്റിസിബിൾ നേച്ചറിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ന്യായവാദത്തിന് അർഹമല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 37. എന്താണ്? നോൺ ജസ്റ്റിസിബിൾ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 37. ഓക്കെ, നെക്സ്റ്റ് 39A. 39A എന്താണ് 39A നോക്കിയേ? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. തുല്യ നീതി ഉറപ്പാക്കുക. ജസ്റ്റിസ് എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഫ്രീ ലീഗൽ എയ്ഡ്. ആക്ച്വലി ഫ്രീ ലീഗൽ എയ്ഡ് ടു നമുക്ക് പറയാം, എസ്പെഷ്യലി ആരെ പറയാം? ടു പൂവർ അല്ലെ. ഫ്രീ ലീഗൽ എയ്ഡ് ടു പൂവർ. പാവപ്പെട്ട ആൾക്കാർക്ക് എന്താണ്? സൗജന്യ നിയമസഹായം കൊടുക്കുക. അതുപോലെ ജസ്റ്റിസ് എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നീതി എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇത് അതിനൊരു എന്താ പറയുക, ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ പാടില്ല. ഒരു പിന്നെ സ്ത്രീ പുരുഷൻ മെൻ വിമൻ എന്നുള്ള ഡിസ്ക്രിമിനേഷനോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനോ റേഷ്യൽ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ എന്താ പറയാ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പണക്കാരൻ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ല. ആരായാലും നിയമത്തിന് മുന്നിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആർട്ടിക്കിൾ 14 അനുസരിച്ച് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒരുപോലാണ്, സമന്മാരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കിട്ടേണ്ട ജസ്റ്റിസും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അല്ലാതെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതിൽ കിട്ടേണ്ട നീതി എങ്ങനെയാണ്? ഈക്വൽ ആണ്. തുല്യ നീതി ഉറപ്പ് വരുത്തുക, അതാണ്. അതുപോലെ തന്നെ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക, നിയമസഹായം ഫ്രീ ആക്കുക. പ്രത്യേകിച്ച് എന്താണ്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കുക. നമുക്കറിയാം ഇപ്പോൾ ഒരു കേസിൽ വന്നു അല്ലെങ്കിൽ ഒരു കേസ് നമ്മൾ ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ എന്താണ് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, ചിലവുണ്ട് അല്ലെ. അഡ്വക്കേറ്റ്സിനെ വെക്കുക അല്ലെങ്കിൽ നമ്മളത് കേസ് വാദിക്കുക എന്നൊക്കെ പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്താണ്? പൈസ ചെലവാക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല പാവപ്പെട്ടവർക്ക് അല്ലേ. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കുക? സൗജന്യ നിയമസഹായം കൊടുക്കുക. ഈ പറയുന്ന ആർട്ടിക്കിളാണ് 39A എന്ന് പറയുന്നത്. അപ്പൊ 39A പറയുന്നത് എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു പൂവർ. സൗജന്യ സഹായം പാവങ്ങൾക്ക് കൊടുക്കുക, അതുപോലെ ജസ്റ്റിസ് എങ്ങനെയാക്കുക? ഈക്വൽ ആയിട്ട് കൊടുക്കുക. ഇനി 39Dയിൽ പറയുന്നത് ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. വർക്ക് ഈക്വൽ ആണെങ്കിൽ വേജസും എങ്ങനെയാക്കുക? ഈക്വൽ ആക്കുക. അത് ഞാൻ ഇപ്പോൾ മേളിൽ പറഞ്ഞതാണ്. ഓൾറെഡി ഞാൻ മേളിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. സ്ത്രീ പുരുഷ വ്യത്യാസമോ അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. വർക്ക് ചെയ്യുന്നത് ഈക്വൽ ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട വേജസും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഈ ഒരു കാറ്റഗറി എന്താണ് കൂടുതൽ ജോലി മീൻസ് ജോലി എന്നല്ല, ഈ ഒരു കാറ്റഗറിയിലുള്ളത് സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണെന്നുള്ള ഒരു കാറ്റഗറൈസേഷനോ അല്ലെങ്കിൽ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനോ ഒന്നും പാടില്ല. ജോലി ഈക്വൽ ആയിരിക്കണം. ജോലി ചെയ്യുന്ന ജോലി എങ്ങനെയായിരിക്കണം? ഈക്വൽ ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട വേജസും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് 39Dയിൽ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ രൂപീകരണം അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. എന്താണ്? വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം, അവരുടെ ഓർഗനൈസേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. 41 ആർട്ടിക്കിൾ 41 എന്ന് പറയുന്ന റൈറ്റ് ടു വർക്ക്. ജോലി ചെയ്യാനുള്ള അവകാശം, ഏത് മാന്യമായ തൊഴിലും ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 41 അനുസരിച്ച് ഏതൊരു സിറ്റിസണിനും ഉണ്ട്. പക്ഷെ ചെയ്യുന്ന ജോലി മാന്യമായ തൊഴിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇല്ലീഗൽ ബിസിനസ് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എന്താ പറയുക, മാന്യമായ ഏത് തൊഴിലും നമുക്ക് ചെയ്യാനുള്ള, അത് എന്ത് തൊഴിലും ആയിക്കോട്ടെ, അത് മാന്യമായിരിക്കണം അല്ലെങ്കിൽ ലീഗലായിരിക്കണം. ലീഗലി ഉള്ള ഏത് ജോലി വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വർക്ക്, അതാണ് ആർട്ടിക്കിൾ 41. ദെൻ ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43 പറയുന്ന ലിവിംഗ് വേജസ് ഫോർ വർക്കേഴ്സ്. ലിവിംഗ് വേജസ് ഫോർ വർക്കേഴ്സ്, തൊഴിലാളികൾക്ക് അവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള കൂലി ഉറപ്പാക്കുക. അതാണ് ലിവിംഗ് വേജസ് ഫോർ വർക്കേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക്, തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്
എന്ത് ചെയ്യുക, മാന്യമായ ഒരു കൂലി അവർക്ക് ഉറപ്പാക്കുക. അവരുടെ കുടുംബം കഴിയാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള മാന്യമായ ഒരു കൂലി എന്ത് ചെയ്യുക, ഈ തൊഴിലാളികൾക്ക് ഉറപ്പ് വരുത്തുക. അതാണ് ലിവിങ് വേജസ് ഫോർ വർക്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ആണ് 44. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇപ്പോൾ എന്നെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിന്റെ ആൻസർ അറിയായിരിക്കും. കാരണം ആർട്ടിക്കിൾ 44 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. കാരണം യൂണിഫോം സിവിൽ കോഡ് ആണ് ആർട്ടിക്കിൾ 44. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം എന്ന് പറയാം. യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ എന്താ പറയാ, ഏകീകൃത സിവിൽ നിയമം. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? എന്നെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ആൻസർ പറഞ്ഞു കാണും. ഏതാണ്? ഗോവ അല്ലെ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയാണ്. ഏകീകൃത സിവിൽ നിയമം. അവിടെ റിസർവേഷൻ ക്രൈറ്റീരിയോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ല. ഏകീകൃത എല്ലാം അവിടെയുള്ള ഗോവ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു നിയമമാണ്, ഏകീകൃത സിവിൽ നിയമം. അതാണ് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ്. എല്ലാവർക്കും ഒരേ നിയമമാണ്. റിസർവേഷൻ ക്രൈറ്റീരിയോ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന നിയമം ഒന്നുമില്ല. ആരായിക്കോട്ടെ എല്ലാവരും എങ്ങനെയാണ്, ഒരേ നിയമത്തിന് കീഴിലാണ്. അതാണ് യൂണിഫോം സിവിൽ കോഡ്. അത് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഇനി ആർട്ടിക്കിൾ 45 നോക്കിയേ. ആർട്ടിക്കിൾ 45 എന്താടാ പറഞ്ഞേ? ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദി ഏജ് ഓഫ് 6 years അല്ലെ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ എന്ത് പറഞ്ഞു? 21A പറഞ്ഞായിരുന്നു. എന്തോ പറഞ്ഞേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ? വിദ്യാഭ്യാസ അവകാശ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 21A പറഞ്ഞു അല്ലെ? 86th അമെൻമെന്റ് ആക്ട് 2002 ആണ് ഈ 21A ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ നിയമം ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആർട്ടിക്കിൾ 45 പറയുന്നുണ്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. 6 വയസ്സ് പൂർത്തിയാക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്തു കൊടുക്കുക? അവർക്ക് വേണ്ട ഏർലി ഒരു ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെ? വളരെ പ്രൈമറി തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസം അത് കൊടുക്കുക അവർക്ക്. അതുപോലെ അവർക്ക് കൊടുക്കേണ്ട കെയർ, അതുവരെയുള്ള കുട്ടികൾക്ക് കിട്ടേണ്ടതായ കെയറും എഡ്യൂക്കേഷനും എല്ലാ കുട്ടികൾക്കും കൊടുക്കുക. അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years കംപ്ലീറ്റഡ് ആവുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുക്കുക? ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ തന്നെ എന്ത് കൊടുക്കുക? അവർക്ക് എഡ്യൂക്കേഷനും കൊടുക്കുക. ആ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. 37 പറഞ്ഞു. എന്താണ്? ഞാൻ പറയുമ്പോൾ നിങ്ങളും എന്റെ കൂടെ പറഞ്ഞേ. 37 എന്താണ്? നോൺ ജസ്റ്റിസബിൾ ആണ് അല്ലെ? കുഡ് നോട്ട് എൻഫോഴ്സ്ഡ് ത്രൂ കോർട്ട് ഓഫ് ലോ. 39A എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. തുല്യ നിയമസഹായം കൊടുക്കുക, തുല്യ നീതി കൊടുക്കുക. നിയമസഹായം എങ്ങനെ കൊടുക്കുക? ഈ ഫ്രീ ആയിട്ടുള്ള നിയമസഹായം കൊടുക്കുക. 39D എന്താണ്? ഈക്വൽ വർക്ക് ആണെങ്കിൽ ഈക്വൽ വേജസ് കൊടുക്കുക. ആർട്ടിക്കിൾ 40 എന്താണ്? വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം. 41 എന്താണ്? ജോലി ചെയ്യാനുള്ള അവകാശം. 43 എന്താണ്? ലിവിംഗ് വേജസ് ഫോർ വർക്കേഴ്സ് അല്ലെ? 44 എന്താണ്? യൂണിഫോം സിവിൽ കോഡ്. 45 ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. ഓക്കെ ക്ലിയർ ആയോ? നമുക്ക് ബാക്കി നോക്കാം. ഇനി നോക്കിയ ആർട്ടിക്കിൾ 46 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC/ST ആൻഡ് അതർ വീക്കർ സെഷൻസ്. SC/STയും അതുപോലെ തന്നെ അതർ വീക്കർ ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് അല്ലെ? നമ്മുടെ സമൂഹത്തിൽ വളരെ ദുർബലരായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, SC/ST ഉണ്ട്. ഇവരുടെ എഡ്യൂക്കേഷൻ, ഇവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 46 പറയുന്നത് എന്താണ്? SC/ST അതുപോലെ തന്നെ വളരെ അതർ വീക്കർ ആയിട്ടുള്ള സെഷൻസ് ഉണ്ട്. അപ്പൊ ഈ SC/STന്റെയും അതർ വീക്കർ സെഷന്റെയും എഡ്യൂക്കേഷൻ, അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 47 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 47 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. ലിക്വർ പ്രൊഹിബിഷൻ ആണ്, മദ്യ നിരോധനം എന്ന് പറയാം അല്ലെ? ലിക്വർ പ്രൊഹിബിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 47 എന്താണ്? ലിക്വർ പ്രൊഹിബിഷൻ ആണ്, മദ്യ നിരോധനമാണ്. നമുക്കറിയാം സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ, സംസ്ഥാനം ഫോം ചെയ്ത സമയം തൊട്ട് തന്നെ മദ്യ നിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഏത്? നിങ്ങൾ ആൻസർ പറഞ്ഞാണ്. ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിന്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാന രൂപീകരണം തൊട്ടേ എന്താണ് അവിടെ ഉള്ളത്? മദ്യ നിരോധനമാണ്, ലിക്വർ പ്രൊഹിബിഷൻ ആണ്. സംസ്ഥാനം ഫോം ചെയ്ത സമയം തൊട്ട് മദ്യ നിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 47 പറയുന്ന പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. നമുക്കറിയാം ലിക്വർ ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലെ? ഹെൽത്തിനൊട്ടും നല്ലതല്ല ലിക്വർ എന്ന് പറയുന്നത്. സോ അത് പ്രൊഹിബിറ്റ് ചെയ്യുക. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പളും സോഷ്യലിസ്റ്റ് ഐഡിയയും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? കുറെ ഗാന്ധിയൻ തത്വങ്ങളല്ലേ ഇതിനകത്ത് പറയുന്നത്, സോഷ്യലിസ്റ്റ് ഐഡിയയും. അതുകൊണ്ടാണ് അങ്ങനെ
ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ലിക്കർ പ്രൊഹിബിറ്റ് ചെയ്യുക, ലിക്കർ പ്രൊഹിബിഷൻ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 47. നിലവിലുള്ള സംസ്ഥാന രൂപീകരണം മുതൽ നിലവിലുള്ള സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഗുജറാത്ത്. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 48. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അഗ്രികൾച്ചർ ആനിമൽ ഹസ്ബൻഡറി ഓർഗനൈസ് ചെയ്യുക. ഇതിനകത്ത് വരുന്നതാണ് പ്രൊഹിബിഷൻ ഓഫ് കൗ സ്ലോട്ടറിങ്. എന്താണ് വരുന്നത്? ആർട്ടിക്കിൾ 48 വരുന്നതാണ് കൗ സ്ലോട്ടറിങ് പ്രൊഹിബിറ്റ് ചെയ്യുക. എന്താണ് കൗ സ്ലോട്ടറിങ് പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഗോവധ നിരോധനം. നമ്മൾ കേട്ടിട്ടില്ലേ, ഗോവധ നിരോധനം ഒക്കെ വരുന്നത് ഏത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചാൽ ഈ ആർട്ടിക്കിൾ 48 അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കൗ സ്ലോട്ടറിങ്, പ്രൊഹിബിഷൻ ഓഫ് കൗ സ്ലോട്ടറിങ് എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 48 വരുന്നതാണ്. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അഗ്രികൾച്ചറിനെയും ഓർഗനൈസ് ചെയ്യുക, ആനിമൽ ഹസ്ബൻഡറി ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കൗ സ്ലോട്ടറിങ്, ഈ ഗോവധ നിരോധനം ഒക്കെ വരുന്നത് അണ്ടർ ആർട്ടിക്കിൾ 48 ആണ്. അപ്പൊ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആണ് ആർട്ടിക്കിൾ 48. ഇനി ആർട്ടിക്കിൾ 48A എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണം. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 48A ആണ്. 48A. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. 48A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 48A എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കുക, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 48A. ദെൻ 49 പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് അല്ലെ. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമുക്കറിയാം എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു സ്റ്റേറ്റിൽ പോയി ട്രാവൽ ചെയ്താലും അവിടെയൊക്കെ തന്നെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട്. വളരെയധികം ചരിത്ര സ്മാരകങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടുന്ന് അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിച്ചാൽ, ഇവിടുന്ന് അങ്ങേയറ്റത്തോട്ട് പോയാലും അവിടുന്ന് അങ്ങേയറ്റം വന്ന് ഏത് സ്റ്റേറ്റ് നമ്മൾ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലേ, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ചരിത്ര സ്മാരകങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. അതിൻ്റെ എല്ലാം പുറകിൽ ഓരോരോ എന്താണ് ഹിസ്റ്ററി ഉണ്ടാവും, ഓരോരോ കഥകൾ ഉണ്ടാവും. അങ്ങനെ ചരിത്ര സ്മാരകങ്ങൾ ഒരുപാടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. വൈവിധ്യം കൊണ്ട് തന്നെ വളരെയധികം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പം നമ്മുടെ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മോണുമെന്റ്സിനെ അല്ലെങ്കിൽ ഈ ചരിത്ര സ്മാരകങ്ങളെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം അല്ലേ. അതെന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുക? നമ്മൾ സംരക്ഷിക്കുക, അത് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49 പറയുന്നുണ്ട് ഈ സ്മാരകങ്ങൾ അല്ലെങ്കിൽ ഈ ചരിത്രപരമായ ഈ ഇമ്പോർട്ടൻസ് ഉള്ള ഈ സ്മാരകങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഓക്കെ, ഇനി ദെൻ ആർട്ടിക്കിൾ 50 അതിൽ പറയുന്നത് സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അപ്പൊ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് രണ്ടും രണ്ടാണ്. അതിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. നീതി ന്യായ വിഭാഗത്തിനെ കാര്യനിർവഹണ, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കാര്യനിർവഹണ വിഭാഗമാണ്, ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നിയമ വിഭാഗമാണ്. അപ്പൊ നിയമത്തിനെ കാര്യനിർവഹണ വിഭാഗവുമായി എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 50. സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അത് ലാസ്റ്റ് ആർട്ടിക്കിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലെ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51. കാരണം 51 വരെയല്ലേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51. അതിൽ പറയുന്നത് പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. എന്ത് പ്രൊമോട്ട് ചെയ്യുക? ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും അതുപോലെ തന്നെ അതിന്റെ ഒരു സെക്യൂരിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം അല്ലെ. രാജ്യങ്ങളായിട്ട് പലപ്പോഴും എന്തുണ്ടാവാറുണ്ട്? നമ്മൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ എന്താണ് യുദ്ധങ്ങൾ വരെ ഉണ്ടാവാറുണ്ട് അല്ലെ അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എപ്പോഴും എന്ത് ചെയ്യുക? അവരുമായിട്ടൊരു സമാധാനപരമായ രീതിയിൽ മുമ്പോട്ട് പോകുക, ഒരു ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞ എന്തൊക്കെയാ വെച്ചാൽ 46 പറഞ്ഞു SC/ST അതർ വീക്കർ സെക്ഷൻസിന്റെ എഡ്യൂക്കേഷനും എക്കണോമിക് ഇൻട്രസ്റ്റും പ്രൊമോട്ട് ചെയ്യുക. 47 എന്തായിരുന്നു? ലിക്വർ അല്ലെ, മദ്യ നിരോധനം, ലിക്വർ പ്രൊഹിബിഷൻ ആയിരുന്നു. 48 എന്താണ്? ഗോവധ നിരോധനം ഒക്കെ വരുന്ന ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. 48A വരുമ്പോൾ 48ന്റെ കൂടെ A വരുമ്പോൾ എന്താണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയും. 49 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ ഒരുപാടുണ്ട്, അപ്പൊ അതെന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. 50 എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട് 4 ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെ പറയപ്പെടുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്,
നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത 4A ആണ് കേട്ടോ. 4A എന്താണിത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്തത് 4A ആണ്. 4A കേട്ടോ, തെറ്റിപ്പോവരുത്. 4 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 അല്ല ഉള്ളത്. 4 കഴിഞ്ഞാൽ ഉള്ളത് 4A ആണ്. 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. മൗലിക കടമകൾ എന്ന് പറയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മൾ 51 വരെയല്ലേ ആർട്ടിക്കിൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. അടുത്തത് 51A ആണ് കേട്ടോ. 51A. അപ്പം 4A 51A കേട്ടോ. 4A അതുപോലെ തന്നെ 51A, രണ്ടും A ആണ്. 4A 51A. അപ്പം അത് തിരിഞ്ഞു പോകല് 4A അല്ലെങ്കിൽ 51A. അപ്പം 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അതിന്റെ ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് 51A. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഓരോ പറഞ്ഞല്ലോ. അപ്പം സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ ബ്രിട്ടന്റെ ആണെന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ് എവിടെയാണ്? USA ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അയർലൻഡിന്റെ ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? റഷ്യയാണ്, സോവിയറ്റ് യൂണിയൻ അല്ലെ, അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം, റഷ്യയുടെയാണ്, USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്നൊക്കെ പറയാം. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എവിടെ നിന്ന് ബോറോ ചെയ്തതാണ്? റഷ്യയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തതാണ് 4A 51A. ഇനി നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 1950 ജനുവരി 26-ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടോ? പറഞ്ഞേ. ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ആഡ് ചെയ്തത് ഏതോ ഒരു അമെൻമെന്റ് വഴിയാണ്. ഞാൻ പറഞ്ഞു ഏതൊരു കാര്യത്തിനെയും നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കണമെങ്കിലോ എന്ത് ചെയ്യണം? അമെൻമെന്റ് വരുത്തണം, ഭേദഗതി വരുത്തണം. അതിനുള്ള റൈറ്റ് പാർലമെന്റിനാണ്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ എന്തില്ല? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല, മൗലിക കടമകൾ ഇല്ല. അപ്പോൾ അത് ഏതോ ഒരു അമെൻമെന്റ് വഴി കൂട്ടിച്ചേർത്തയാണ്. അതാണ് 42nd അമെൻമെന്റ് ആക്ട് 1976. 1976-ലെ 42nd അമെൻമെന്റ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആക്ട് ആണ്. ഓക്കെ, നമ്മൾ അമെൻമെന്റിന്റെ തന്നെ ഒരു ക്ലാസ് എടുക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അമെൻമെന്റ്സ് എല്ലാം കൂടി ചേർത്തൊരു ക്ലാസ് എടുക്കും. അപ്പോൾ ഇപ്പം മനസ്സിലാക്കുക, ഈ 1976-ലെ 42nd അമെൻമെന്റ് ആക്ടും അതുപോലെ തന്നെ എന്താണ് 44th അമെൻമെന്റ് ആക്ട്, 1978-ലെ 44th അമെൻമെന്റ് ആക്ട്, ഇത് രണ്ടും നമ്മൾ അമെൻമെന്റ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അമെൻമെന്റ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒക്കെ വന്നപ്പോൾ അല്ലേ. അപ്പം ഇത് ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത അമെൻമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 1976-ലെ 42nd അമെൻമെന്റ് ആക്ട് ആണ്. ഓർത്തിരിക്കുക, ഇയർ ഇതൂടെ മാറിപ്പോലെ. നമുക്കറിയാം 4+2 എന്ന് പറയുന്നത് 6 അല്ലേ. അപ്പം ഇത് 76 അങ്ങനെ ഓർത്തിരിക്കുക. കാരണം വേറൊന്നും ഉണ്ട്, നമുക്ക് 44th അമെൻമെന്റ് ആക്ട് 1978. അതും ഓർത്തിരിക്കുക. ഒരു വഴിയുണ്ട്, 4ഉം 4 കൂട്ടിയാൽ എന്താണ് 8. അപ്പൊ ഇതിന്റെ അവസാനം 8 ആയിരിക്കും. ജസ്റ്റ് ഞാനൊരു ഇത് പറഞ്ഞതാണ്, നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 1976-ൽ വരുന്ന ഏത് അമെൻമെന്റ് ആണ്? 42nd അമെൻമെന്റ് ആണ്. അപ്പോൾ 1976-ലെ 42nd അമെൻമെന്റ് ആക്ട് വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ത് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 1976-ലെ 42nd അമെൻമെന്റ് ആക്ട് വഴി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നറിയാമോ? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി. പക്ഷേ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? അറ്റ് പ്രസന്റ് 11 ഡ്യൂട്ടീസ് ആർ ദെയർ. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പം 1976-ലെ 42nd അമെൻമെന്റ് ആക്ട് വഴി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായപ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായോ? 1976-ലെ 42nd അമെൻമെന്റ് ആക്ട് വഴി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തപ്പോൾ എത്ര ഡ്യൂട്ടീസേ ഉള്ളൂ? 10 എണ്ണമേ ഉള്ളൂ. ബട്ട് ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അതിന്റെ ഭാഗമായത് സാപ്രൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താവുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാവുന്നത്. ഓക്കെ, അപ്പം സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ എന്താണ്? സാപ്രൂ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം ആ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതാണെന്ന്. ഓക്കെ, 86th അമെൻമെന്റ് ആക്ട് 2002 ആണ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ 86th അമെൻമെന്റ് ആക്ട് 2002 എന്താണെന്ന്. എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. Every citizen of India who is a parent or guardian to provide opportunity for education to all children between the age of 6 and 14 years. 6 to 14 years കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കുക? വിദ്യാഭ്യാസം കൊടുക്കുക. ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ പാരന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ.
പേരന്റ് അല്ലെ ഗാർഡിയന്റെ എന്താണ് ഡ്യൂട്ടിയാണ്. ഇത് നമ്മൾ എവിടെ പറയുന്നുണ്ട്? ഫണ്ടമെന്റൽ മൗലിക അവകാശമാണ് എന്ത് കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്ന ഒരു മൗലിക അവകാശമാണ്. അതായത് കുട്ടികളുടെ അവകാശമാണ് നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് ഇത് എന്താണ്? ഇത് പേരൻസിന്റെ ഡ്യൂട്ടി കൂടിയാണെന്നും പറഞ്ഞിട്ടാണ് 11th ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇത് പേരന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പം മൗലിക അവകാശമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളത്. അത് ഫണ്ടമെന്റൽ റൈറ്റിൽ 21A പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 11th ഡ്യൂട്ടി ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ പാരന്റ് അല്ലെ. എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യയിലുള്ള എവറി സിറ്റിസൺ ഹുസ് എ പാരന്റ് ഓർ ഗാർഡിയൻ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും 6 മുതൽ 6 to 14 ഇയേഴ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുക്കുക? എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പാരന്റ് ഓർ ഗാർഡിയൻ. മനസ്സിലായില്ലേ? എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇസ് എ പാരന്റ് ഓർ ഗാർഡിയൻ. ഇന്ത്യൻ സിറ്റിസൺ ആയ എല്ലാ പാരന്റ് ഓർ ഗാർഡിയന്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഡ്യൂട്ടിയാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കുക എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. അതാണ് 11th ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തത്. സ്വാഭാവികമായി നമ്മൾ പഠിച്ചതാണ്. അതിന്റെ അമെൻമെന്റ് ആക്ട് ഏതാണ്? 86th അമെൻമെന്റ് ആക്ട് 2002 ആണ്. അപ്പൊ 86th അമെൻമെന്റ് ആക്ട് 2002 ആണ് 11th ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ 51A ആണെന്ന് പറഞ്ഞ അല്ലെ. 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടി, അതിൽ ആർട്ടിക്കിൾ 51A. ഇതിലൊരു 11 ഡ്യൂട്ടീസ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 11ാമത്തെ ഡ്യൂട്ടി ഇതാണ്. ഇനി 51A ഓരോ സബ് കാറ്റഗറി ഉണ്ട്. A, B, C അങ്ങനെ കാറ്റഗറി ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എല്ലാം ഒന്നും പഠിക്കേണ്ട. ഈ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചത് 51AG എന്തായിരുന്നു എന്നാണ്. അത് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് കേട്ടോ. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് മൗലിക കടമയായിട്ട് പറയുന്നുണ്ട്. അത് 51AG ആണ് കേട്ടോ. അത് ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതായതുകൊണ്ടാണ് അത് എടുത്തിട്ടേക്കുന്നത്. ബാക്കിയൊന്നും തന്നെ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ സ്മാരകങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ ഫ്ലാഗിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഡ്യൂട്ടീസിൽ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് ഓരോ സിറ്റിസന്റെയും ഡ്യൂട്ടി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. പക്ഷേ 51AG ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. എന്താണ്? പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ് 51AG. അപ്പൊ 51A ആണല്ലോ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെ. 4A 51A അതിന്റെ സബ് കാറ്റഗറികളാണ് ഈ 11 അതിൽ AG ആണ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ 51AG എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞു. 4A ആണ്, 51A ആണ്. റഷ്യ അല്ലെ, റഷ്യയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത കൺസെപ്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ എന്തില്ല? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇല്ല. 1976 42nd അമെൻമെന്റ് ആക്ട് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തിരിക്കുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് വന്നേക്കുന്നത്. തുടക്കത്തിൽ വന്നപ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണ്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ആ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക്. അത് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ആണെന്ന് പറയുന്നു. 86th അമെൻമെന്റ് ആക്ട് 2002 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് 51AG. അതെന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ? പാർട്ട് 4 ആയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിലെ ആർട്ടിക്കിൾ പറഞ്ഞു, 4A ആയ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.